ധനാഢ്യനായ ഒരു കച്ചവടക്കാരൻ തൻ്റെ കടയിൽ മാനേജരായി ഒരാളെ നിയമിച്ചു. കച്ചവടക്കാരന് ധാരാളം യാത്ര ചെയ്യണമായിരുന്നു. അതിനാൽ കടയുടെ പൂർണ്ണ ചുമതല മാനേജർക്കായിരുന്നു. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നതിനും ദിവസവുമുള്ള വിറ്റുവരവിലെ 10% മാറ്റിവെക്കുന്നതിനും അതിൽ 7% തൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുന്നതിനും 3% ഒരു അനാഥനായ ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിനും ഉടമ നിർദ്ദേശിച്ചിരുന്നു. തുടക്കത്തിൽ മാനേജർ കൃത്യമായി പണം അക്കൗണ്ടിൽ അടച്ചു. കുറച്ചു നാൾ കൂടി കഴിഞ്ഞപ്പോൾ താൻ കൂടി കഷ്ടപ്പെടുന്നതിൽ നിന്ന് 3% എന്തിനാണ് ഒരു അനാഥന്റെ അക്കൗണ്ടിൽ അടയ്ക്കുന്നത് എന്ന് മാനേജർ ചിന്തിച്ചു. തുടർന്ന് അയാൾ 1% ബാങ്കിൽ അടയ്ക്കുകയും ബാക്കി കൂട്ടുകാരുമായി മദ്യപിക്കുന്നതിനും മറ്റും ചിലവഴിക്കുകയും ചെയ്തു. പിന്നീട് അതും വല്ലപ്പോഴുമൊക്കെയായി. കച്ചവടക്കാരൻ ഒരിക്കലും മാനേജറെ സംശയിക്കുകയോ അക്കൗണ്ടിന്റെ വിവരം അന്വേഷിക്കുകയോ ചെയ്തില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ അയാൾ രോഗിയായി ജോലിക്ക് വരാൻ കഴിയാതെ വീട്ടിലിരിക്കുമ്പോൾ കടയുടമയുടെ ഒരു കത്തു കിട്ടി. നിനക്ക് അസുഖമാണെന്നറിഞ്ഞു. ഇനിയും ജോലിക്ക് വരാൻ കഴിയില്ലല്ലോ. നിന്നോട് എല്ലാ ദിവസവും ബാങ്കിൽ 3% അടയ്ക്കണമെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ആ അക്കൗണ്ട് നിന്റെ പേരിലുള്ളതാണ്. ശിഷ്ടകാലം മുഴുവൻ നിനക്ക് സുഖമായി കഴിയുവാനുള്ള പണം ഇപ്പോൾ ആ അക്കൗണ്ടിൽ കാണും. വിവേകബുദ്ധിയോടെ ആ പണം ഉപയോഗിച്ച് ജീവിക്കണം. ഈ കത്ത് വായിച്ച മാനേജർ തനിക്ക് സംഭവിച്ച ബുദ്ധിമോശമോർത്ത് നിരാശനായി. മനുഷ്യജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ ഘടകമാണ് വിശ്വസ്തത. വിശ്വസ്തതയാണ് ജീവിതത്തിൻ്റെ മഹത്വവും വിജയവും. വിശ്വസ്തത ഇല്ലാത്ത ഏതൊരു വ്യക്തിയും സ്വയം വഞ്ചിക്കുകയും നശിപ്പിക്കുകയുമാണ്. അവിശ്വസ്തരായ പലർക്കും ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുൻപിൽ വിശ്വസ്തരായി അഭിനയിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ തൻ്റെ സ്വന്തം മനസാക്ഷിയുടെ മുൻപിൽ എന്നും കുറ്റക്കാരായിരിക്കും. അവിശ്വസ്തരായവർ മറ്റാരെയെല്ലാം വഞ്ചിക്കുന്നു എന്നതിനേക്കാൾ അധികം തന്നെയാണ് വഞ്ചിക്കുന്നത് എന്നത് ഒരിക്കലും വിസ്മരിപ്പാൻ പാടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ കഥയിലെ മാനേജറെ പോലെ സ്വയവിനാശവും ദുഃഖവുമാണ് ഫലം. ധൂർത്തും ദുർമാർഗ ജീവിതവും എല്ലാം അവിശ്വസതയുടെ വെളിപ്പെടുത്തലുകളാണ്. ആരോഗ്യമുള്ള കാലത്ത് അധ്വാനിക്കുന്നതിൻ്റെ ഒരു പങ്ക് നമ്മൾ നാളേക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ശീലിക്കണം. പണ്ട് കാരണവന്മാർ അരി അടുപ്പത്തിടുമ്പോൾ ഒരു പിടി അരി ഒരു പാത്രത്തിൽ മാറ്റിയിടും. അങ്ങനെ മാറ്റിവെക്കുന്ന അരി ഒരു ദിവസത്തെ ഭക്ഷണത്തിന് ഉപകരിക്കുമായിരുന്നു. ഇന്ന് 1000 കിട്ടിയാലും 2000 കിട്ടിയാലും 1 രൂപ പോലും മാറ്റിവെക്കുവാൻ ആരും ശ്രമിക്കാറില്ല. കാശുള്ളപ്പോൾ അടിച്ചു പൊളിച്ചു ജീവിക്കും. ഇല്ലാത്ത സമയം പട്ടിണി കിടക്കാനും മടിയില്ല. ജനങ്ങളുടെ അനിയന്ത്രിതമായ ജീവിതമാണ് എല്ലാവരെയും ഇന്ന് കടക്കെണിയിലാക്കിയത്. നാളെയെക്കുറിച്ച് ആർക്കും ചിന്തയില്ല. കാശില്ലാത്തപ്പോൾ കടം വാങ്ങുവാൻ ആർക്കും മടിയില്ല. പണം കടം നൽകുന്ന മാഫിയകൾ നമ്മുടെ പിറകെ നടന്നു പണം നൽകി നമ്മളെ അവരുടെ അടിമകളാക്കുന്നു. നമ്മുടെ അധ്വാനം മുഴുവൻ പലിശയുടെ രൂപത്തിൽ അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നു. അവസാനം നമ്മൾ കടക്കെണിയിൽ വീണു രക്ഷ നേടാനാകാതെ ആത്മഹത്യയുടെ വക്കിലെത്തുന്നു. സഹായിക്കാനായി എന്നവണ്ണം നമ്മളെ ചൂഷണം ചെയ്യാൻ എത്തുന്നവരെ നമ്മൾ തിരിച്ചറിയാത്തിടത്തോളം നമ്മൾക്ക് ഒരിക്കലും രക്ഷ നേടാൻ കഴിയുകയില്ല. ആർഭാടങ്ങളും ആഘോഷങ്ങളും നിയന്ത്രിച്ച് സമ്പാദശീലം വളർത്തിയെടുക്കാൻ എന്നു സാധിക്കുന്നുവോ അന്ന് മാത്രമേ ഉയർച്ചയുടെ പടവുകൾ താണ്ടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ.